വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ താമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തി ആരാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും സത്യസന്ധമായ ഉത്തരം ചെന്നെത്തി നിൽക്കുന്നത് 2004 സർവീസിൽ നിന്നും വിരമിച്ച ഇപ്പോൾ 80 വയസ്സ് പ്രായമുള്ള 1968 ബാച്ച് കേരള കേഡർ IPS കാരനായിരുന്ന ഒരു വന്ധ്യവയോധികനിലേക്കാണ്. അദ്ദേഹം 1970കളുടെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ ഒരു ഭിക്ഷക്കാരനായി അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു. ലക്ഷ്യം ഇന്ത്യയുടെ സ്മൈലിംഗ് ബുദ്ധ ആണവ പരീക്ഷണത്തിനുള്ള മറുപടിയായി പാകിസ്ഥാൻ നടത്തുന്ന ആണവ പരീക്ഷണത്തിന്റെ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തുക എന്നതായിരുന്നു. പാക് ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടാൻ പോകുന്ന ബാർബർ ഷോപ്പിൽ നിന്നും അവരുടെ മുടി ശേഖരിച്ച് ഇന്ത്യയിലേക്ക് അയച്ച് അത് ടെസ്റ്റ് ചെയ്യിച്ച് അദ്ദേഹം തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. 1970കളുടെ മധ്യത്തിൽ അയാൾ ഇന്ത്യക്കെതിരെ കലാപം നടത്തിക്കൊണ്ടിരുന്ന മിസോ നാഷണൽ ഫ്രണ്ട്, അതായത് MNF എന്ന ഭീകര സംഘടനയുടെ ചീഫ് കമാൻഡർ ലാൽ ദങ്കയുടെ അനുയായിയായി മിസോറാമിലുണ്ടായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ ലാൽ ദങ്കയുടെ 7 കമാൻഡർമാരെയും പാട്ടിലാക്കി. ലാൽ ദങ്കയെ ഒറ്റപ്പെടുത്തി ഇന്ത്യൻ ഗവൺമെന്റിനായി സന്ധി ചെയ്യിച്ച് MNFന്റെ അടിവേരിറക്കുന്നുണ്ട് അയാൾ. 1980കളിൽ അയാൾ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്ത് ഒരു റിക്ഷാക്കാരന്റെ വേഷത്തിലായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ തമ്പടിച്ച ഖാലിസ്ഥാൻ തീവ്രവാദികളെ താനൊരു പാകിസ്ഥാൻ ഏജന്റ് ആണെന്ന് വിശ്വസിപ്പിച്ച് അയാൾ പൊട്ടാത്ത ബോംബുകൾ നൽകി പറ്റിച്ച് അവരുടെ ആയുധ സംഭരണ ഇടങ്ങൾ മനസ്സിലാക്കി ഇന്ത്യൻ ആർമിക്ക് വിവരങ്ങൾ കൈമാറി. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിലൂടെ ഖലിസ്ഥാനികളെ തറപറ്റിക്കുന്നുണ്ട് അയാൾ. 1999ൽ അയാൾ താലിബാനിലായിരുന്നു. ഇതൊരു സിനിമാ കഥ പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക. അതെ, 1999ൽ അയാൾ താലിബാനിൽ പോയി. ഇന്ത്യൻ എയർലൈൻസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ മുജാഹിദ്ദീൻ തീവ്രവാദികളുമായി യാത്രക്കാരെ മോചിപ്പിക്കുവാനായി നെഗോസിയേഷൻ നടത്തുകയായിരുന്നു അയാൾ. നിങ്ങൾ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉറി അറ്റാക്കിനു ശേഷം എന്തു ചെയ്യണം എന്നതിനെ പറ്റി നടത്തുന്ന ഒരു അവലോകന യോഗത്തിന്റെ രംഗമുണ്ട്. അതിൽ പ്രധാനമന്ത്രിയുടെ വേഷം ചെയ്യുന്ന നടൻ തൊട്ടടുത്തിരിക്കുന്ന പരേഷ് റാവലിനോട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഗോവിന്ദ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരേഷ് റാവൽ സാർ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് മറുപടിയും പറയുന്നുണ്ട്. പരേഷ് റാവൽ ചെയ്ത ഗോവിന്ദ് എന്ന കഥാപാത്രം അയാളായിരുന്നു. അയാളുടെ പേര് അജിത് കുമാർ ഡോവൽ. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, NSA ഓഫ് ഇന്ത്യ. സർജിക്കൽ സ്ട്രൈക്ക്, ആർട്ടിക്കിൾ 370യുടെ ക്യാൻസലേഷൻ നടപ്പാക്കൽ, ബാലാക്കോട് എയർ സ്ട്രൈക്ക് എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ അയാളായിരുന്നു. ഇന്ത്യക്കെതിരെ വിദേശങ്ങളിൽ വിഘടനവാദം നടത്തുന്ന പലരെയും അജ്ഞാതർ കൊലപ്പെടുത്തി എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അതൊക്കെ വെറുതെ അങ്ങ് സംഭവിക്കുന്നതാണെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബാലാക്കോട്ട് മാതൃകയിൽ ഉടനെ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറായിരുന്നു. പക്ഷേ ഫോഴ്സിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ഇൻഡസ് ഉടമ്പടി ക്യാൻസൽ ചെയ്യിച്ച് രാജ്യം മുഴുവൻ മോക്ക് ഡ്രില്ലും പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞ് എന്തോ വലുത് വരാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചിട്ട് മോക്ക് ഡ്രില്ലിന് മുമ്പേ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി POKയിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദി ഇൻസ്റ്റലേഷൻ മുഴുവൻ പുകച്ചു കളഞ്ഞ ആ ബുദ്ധി ഉദിച്ച തല ഏതാണെന്ന് കണ്ടെത്താൻ കവടി നിരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഗർമേ ഗുസ്കെ മാരേക എന്ന് നരേന്ദ്രമോദി ഉറക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ പിന്നിൽ ചരട് വലിക്കാൻ അയാളുണ്ടെന്നുള്ള ഉറപ്പിന്മേലാണ്. ഈ രാജ്യം എങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളുടെ മസ്തിഷ്കമാണെങ്കിൽ അയാളോളം കരുത്തനായ വ്യക്തി നിലവിൽ ഇന്ത്യയിൽ മറ്റാരുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ഹി ഹു തിങ്സ്, he who proposes, he who plans and he who make things possible. ചാണക്യൻ എന്ന പേര് അമിത്ഷായിൽ പരക്കെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥ ചാണക്യൻ സൗത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസ് റൂമിലിരുന്ന് അടുത്ത മാസ്റ്റർ പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് അയാൾ ഇത്ര സമർത്ഥമായി നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോഴൊക്കെ രജനീകാന്തിന്റെ ഭാഷയിലെ ഒരു സീനാണ് ഓർമ്മ വരാറുള്ളത്. പെങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ വിനയാനീതനായി കോളേജ് മാനേജറുടെ ക്യാബിനിലേക്ക് കയറി പോകുന്ന ഓട്ടോക്കാരൻ മാണിക്കൻ. സാർ, എൻ്റെ പേര് മാണിക്യം, എനിക്ക് ഇനിയും ഒരു പേരിருக்கு. ക്യാമറ സൂം ഔട്ടായി റൂമിന് വെളിയിലേക്ക് വരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഭാഷയുടെ ഐക്കോണിക് BGM ഉയർന്നു വരുന്നു. ഇതേ അതിന് പറയാനുള്ളൂ. അതാണ് ആ മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്തത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.